ചൈന എന്നും കണ്ണും നട്ടിരിക്കുന്ന അരുണാചൽ സംസ്ഥാനം ജനം ബിജെപി ഏൽപ്പിക്കുന്നു എന്ന സൂചനകൾ. അരുണാചൽ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ബിജെപി മുന്നിൽ. 60 അംഗ അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്കും 32 അംഗ സിക്കിം നിയമസഭയിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. രണ്ടിടത്തും ഏപ്രിൽ 19-നായിരുന്നു വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ പുരോഗമിക്കവേ അരുണാചലിൽ ബിജെപി 25 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. അരുണാചലിൽ കോൺഗ്രസ് 0 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. വൻ തകർച്ചയാണ് ലീഡ് നിലയിൽ കോൺഗ്രസ് ഏറ്റുവാങ്ങുന്നത്. സിക്കിമിൽ SKM 17 സീറ്റുകളിൽ മുന്നേറുന്നു. അരുണാചൽ പ്രദേശിൽ അധികാരത്തിലുള്ള ബിജെപി തുടർ ഭരണമാണ് ലക്ഷ്യമിടുന്നത്. 10 സീറ്റുകളിൽ ഇതിനോടകം എതിരില്ലാതെ ബിജെപി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഖണ്ഡു, ഉപമുഖ്യമന്ത്രി ചൌന മെയിൻ എന്നിവരടക്കമുള്ളവരാണ് എതിരില്ലാതെ വിജയിച്ചത്. 2019-ൽ അരുണാചലിൽ ബിജെപി 41 സീറ്റുമായാണ് അധികാരത്തിൽ എത്തിയത്. കോൺഗ്രസ് 4-ഉം JDU 7-ഉം NPP 5-ഉം സീറ്റുകളിലാണ് വിജയിച്ചത്. അരുണാചലിൽ 10 നിയമസഭാ സീറ്റുകളിലേക്ക് ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പ്രതിപക്ഷം ഇല്ലായിരുന്നു. 60-ൽ 50 നിയമസഭാ സീറ്റുകളിലേക്കാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഇപ്പോൾ ലീഡ് നിലയിൽ തന്നെ അരുണാചൽ പ്രദേശിൽ ബിജെപി അധികാരത്തിൽ വീണ്ടും എത്തുമെന്നും അല്ലെങ്കിൽ അധികാരം നിലനിർത്തുമെന്നും വ്യക്തമായിരിക്കുകയാണ്. ബിജെപിയുടെ സഖ്യകക്ഷിയായ കോൺറാഡ് സാങ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഒരു കാലത്ത് കോൺഗ്രസ് മാത്രമായിരുന്ന അരുണാചലിൽ കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിൽ തകർന്ന് തരിപ്പണം ആയത് സോണിയാഗാന്ധി നേതൃത്വത്തിൽ വന്നതോടെയായിരുന്നു. ഇന്ത്യയിൽ ആകമാനം നൂറ്റാണ്ടുകൾ നയിച്ചും ഭരിച്ചും മുന്നേറിയ കോൺഗ്രസിന്റെ വലിയ നാശത്തിന്റെ തുടക്കം തന്നെ സോണിയാഗാന്ധിയുടെ നേതൃത്വം ഏറ്റെടുത്തതു മുതലായിരുന്നു. ഇന്ദിരയെ ഉൾക്കൊണ്ട ഹിന്ദി സമൂഹം ഇറ്റാലിയൻ വംശജയായ ഒരാളെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. സോണിയയുടെ ഇറ്റാലിയൻ വംശജ എന്ന പേരുദോഷം ഉപയോഗിച്ചും ഹിന്ദുത്വ നിലപാട് ഉയർത്തിയും വന്ന ബിജെപിയെ ജനം സ്വീകരിക്കുകയായിരുന്നു. സോണിയയുടെ ഇറ്റാലിയൻ വംശജ എന്ന സ്ഥാനം ബിജെപിക്ക് ഹിന്ദി മേഖലയിൽ തഴച്ചു വളരാൻ കാരണമായപ്പോഴും ഇറ്റാലിയൻ വംശജയിൽ നിന്നും കോൺഗ്രസിന്റെ നേതൃത്വം മാറ്റാൻ നെഹ്റു കുടുംബം മടിക്കുകയായിരുന്നു. ഇതോടെ രാജ്യത്താകമാനം തകർച്ച തുടങ്ങി. കോൺഗ്രസ് ഇതിന് പരിഹാരമായി കണ്ടത് ബിജെപിക്കെതിരായ ഹിന്ദുത്വ വിരുദ്ധ നിലപാടും മുസ്ലിം അനുകൂല നിലപാടും സ്വീകരിക്കുക എന്നതായിരുന്നു. ഇത് കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷ ജനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ പറിച്ചെറിയാൻ കാരണമായി. ഇപ്പോൾ ആദ്യ തിരഞ്ഞെടുപ്പ് ഫലസൂചനകളാണ് അരുണാചൽ പ്രദേശിൽ നിന്നും സിക്കിമിൽ നിന്നും വരുന്നത്. അരുണാചൽ ബിജെപിക്ക് സ്വന്തമാകുമ്പോൾ സിക്കിമിൽ SKM 17 സീറ്റുകളിൽ മുന്നേറുന്നു. രണ്ടിടത്തും കോൺഗ്രസിനെ കാണാൻ പോലും ഇല്ല. അരുണാചൽ പ്രദേശ് എന്നും ചൈന സംഘർഷത്തിൽ വാർത്തകളിൽ നിറയുന്ന ഇടമാണ്. അതിർത്തിയിൽ കരുത്തന്മാരും രാജ്യസ്നേഹികളും ആയിരിക്കണം ഭരിക്കേണ്ടത് എന്ന് ജനം തീരുമാനിക്കുമ്പോൾ, ഈ പ്രദേശത്തെ ഇന്ത്യ ഒരു സംസ്ഥാനമായി കണക്കാക്കുമ്പോൾ അരുണാചൽ പ്രദേശിന്റെ ഭൂരിഭാഗവും ടിബറ്റ് സ്വയം ഭരണാധികാര മേഖലയ്ക്ക് കീഴിലാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അക്സായ് ചൈനയ്ക്ക് പുറമെ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്ന രണ്ടാമത്തെ പ്രദേശമാണിത്. തെക്ക് ആസാം, തെക്ക് കിഴക്ക് നാഗാലാൻഡ്, പടിഞ്ഞാറ് ഭൂട്ടാൻ, കിഴക്ക് മ്യാൻമാർ എന്നിവയാണ് അതിർത്തി പ്രദേശങ്ങൾ. ഇറ്റാനഗറാണ് തലസ്ഥാനം. മക്മോഹൻ രേഖ എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയെ ചൈന അംഗീകരിക്കുന്നില്ല. മറിച്ച് തെക്കൻ ടിബറ്റ് എന്ന പേരിൽ മറ്റൊരു പ്രദേശമായി കണക്കാക്കുന്നു. ഉദയസൂര്യൻ എന്നർത്ഥമുള്ള അരുണാചൽ എന്ന വാക്കിൽ നിന്നാണ് അരുണാചൽ പ്രദേശിന് ആ പേര് ലഭിക്കുന്നത്. ശരിക്കും നരേന്ദ്രമോദി വന്ന ശേഷമാണ് അരുണാചലിൽ വികസനം എത്തുന്നത്. മൻമോഹൻ സിംഗുമാർ ചൈനയെ ഭയന്ന അരുണാചൽ സന്ദർശനം പോലും ഒഴിവാക്കാറുണ്ടായിരുന്നു. മോദിയാകട്ടെ അരുണാചലിൽ ചൈന അതിർത്തിയിൽ വരെ പോയി റോഡും പാലങ്ങളും തുറന്ന് ചൈനയ്ക്ക് നേർക്കുനേർ നിന്ന് പോർവിളി തന്നെ നടത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.